അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം ഒരു 3 ദിവസത്തെ വീഡിയോസ് ഞാൻ കൂട്ടിയെടുത്തതാണ്. ഞാനുണ്ടല്ലോ സാധാ പോലെ ക്യാമറ പിടിച്ചിട്ട് അതിനെ എടുത്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്, ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാന്ന്. ഞാനിപ്പോൾ എടുത്തേക്കാ പോകുന്നത് വെച്ചാൽ ഈ മോളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഇപ്പം 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും മഴയില്ല കേട്ടാ. ഇടാന്ന് വെച്ചാൽ കണ്ണൂർ എൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ മോളടുത്തേക്കാണ് വരുത്തത്. നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ഇനി അപ്പോൾ വന്നെൻ്റെ ഇപ്പം ഞാൻ വേഗമുള്ള ബുക്കൊക്കെ ഒന്ന് നോക്കലുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ, അതേപോലെ ഡയറിയിൽ എന്തെങ്കിലും ഉണ്ട്, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ നോക്കി വെക്കലുണ്ട്. അതിനിടക്ക് ഓളിന്ന് നടന്ന കാര്യങ്ങളെല്ലാം ചിലപ്പം പറയും, അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ നിൽക്കലുണ്ട്. അന്നെൻ്റെ ഇപ്പം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇന്ന് സ്നാക്സിന് വേണ്ടി ഉണ്ടാക്കി പൊട്ടറ്റോ ഫ്രൈസ് ആയിരുന്നു. അതിപ്പോൾ ഇടുന്ന് രണ്ടാക്കും നല്ല ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നെൻ്റെ ഇപ്പം ഹോംവർക്കൊക്കെ ചെയ്ത് പിന്നെ എല്ലാവരും താഴേക്ക് പോയിട്ടുണ്ടായിനെ. ഞാൻ പോയിട്ടില്ല, ഞാൻ അവിടെ കുറച്ച് നേരം അങ്ങ് കടന്നേ. ഈ ദിവസം രാവിലെ ഒരു ബുധനാഴ്ച ദിവസമായിരുന്നേ. അപ്പോൾ മോക്കാണെങ്കിൽ ഞാൻ ഇന്ന് ഫ്രോക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായതേ. ഇതുണ്ടല്ലോ എടുത്ത സമയത്ത് ഇനി ലേശം വീഡിയോ അതേപോലെ നീളവും കൂടി പോയിട്ടുണ്ടായിനെ. ഇന്ന് വന്നിട്ട് അമ്മായിയും ഇക്കാക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ടായി. രാവിലെ കഴിക്കാൻ വേണ്ടി നെയ്പ്പത്തിലും അതേപോലെ ബീഫ് കറിയും ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. മോള് പോയതിൻ്റെ ഇപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും അവർ വന്ന് അവരെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാന്നേനൂട്ടാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. എന്നിട്ട് ഇപ്പം അവരൊക്കെ വന്നതിൻ്റെ ഇപ്പം ഞാൻ കുറച്ച് കറിയൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിനെ. ഞാൻ ലേശം കട്ടനുണ്ടാക്കി കുടിക്കാന്നേനും വിചാരിച്ചേ. കട്ടനല്ല കേട്ടോ, കോഫിനും കുടിച്ചിട്ടുണ്ടായത്. പക്ഷേങ്കിൽ അത് ഫുള്ള് എൻ്റെ ദോശൻ്റെ മേലേക്കേനും മാറിയിട്ടുണ്ടായത്. പിന്നെ സമാധാനത്തിൽ അതൊക്കെ കഴിച്ചതിൻ്റെ ഇപ്പം ഇവിടെ ഒരാളിലെ കളിപ്പാട്ടം മൊത്തം ബെൽച്ചിട്ടിട്ടുണ്ടായിന്. പിന്നെ മോള് വൈകുന്നേരം വന്ന സമയത്ത് നമുക്ക് താഴെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഓളൊന്നിച്ച് പോയതേനും. ഇന്നും മഴയൊന്നും പെയ്തിട്ടുണ്ടായില്ല. പക്ഷേങ്കിൽ വൈകുന്നേരം ആയ സമയത്ത് നല്ല മഴക്കാരുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് മഴയേനും. മഴ എന്നെല്ലാം വെച്ച് ഇജാതി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂക്ക് നാസ്തൊക്കെ കൊടുത്തതിനിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കൽമാസ് ഉണ്ടാക്കിന്. അപ്പോൾ ഞാൻ എന്താക്കി 2 മാപ്പിളക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൊരിച്ചു കൊടുക്കുക വിചാരിച്ചിട്ട്. അത്യാവശ്യം വലിയ സൈസ് തന്നെയും. അങ്ങനെ അതും കൊടുത്ത് അന്ന് രാത്രി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വ്യാഴാഴ്ചത്തെ വ്ളോഗാണ്. നമ്മളൊന്ന് പുറത്തേക്ക് പോക്കാണ്. ഇവിടെ ഒരാളാണെങ്കിൽ ഉറുമ്പിന് വെയ് കാണിച്ചു കൊടുക്കലാന്നേ. അങ്ങനെ പുറത്തു പോയ സമയത്ത് ഡ്രസ്സിന്റെ ഷോപ്പിലേക്ക് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. പാടെ ഒരു ഡപ്പ നിറച്ചും കൊള്ളിമുട്ടായി ഉണ്ടായിനി. പിള്ളേർക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. തിരിച്ച് വീട്ടിലേക്ക് വന്നതിൻ്റെ മോളൊക്കെ വന്നിട്ടുണ്ടായിനി. അങ്ങനെ മോളൊക്കെ പോയി കൂട്ടിക്കൊണ്ടുവന്ന് പെട്ടെന്ന് ഇതിനോട്ട് അതാ വിമാനം പോകുന്ന സൗണ്ട് കേട്ടിട്ട് വായും പൊളന്ന് കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിനെ. ഇങ്ങക്ക് ഈ സ്വഭാവം ഉണ്ടോന്ന് കമന്റ് ചെയ്യണം. പിന്നെ നമ്മളെ മരുന്നില്ലേ, ഇത് ആഫ്റ്റർ ഡെലിവറിക്കൊക്കെ കഴിക്കുന്നതാണ്. നമ്മളെ ശരീരമെല്ലാം ഒന്ന് സെറ്റപ്പായി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പൊ അതും കഴിച്ചിട്ടുണ്ടായി. അന്നേ രാത്രിക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി നെയ്പ്പത്തിൽ അതേപോലെ ഈ ഒരു മീൻ കറിയാണ്. ഈ മീനുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഒക്കെ ആണ്. പക്ഷെങ്കിൽ ഈല് ഭയങ്കര മുള്ളാണ്. മുള്ളിങ്ങനെ ബായിലായിട്ട് തിന്നാനും കഴിയില്ല. വല്ലാത്തൊരു അവസ്ഥയിലേനി. പിന്നെ രാത്രിക്കില്ലേ നമ്മളൊരു മുട്ടായി തുറന്ന് നോക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് കേട്ടാ ഞാൻ പറഞ്ഞ സാധനം. ഭയങ്കര ചോക്ലേറ്റ് ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു സാധനേനും. കുനാഫന്റെ തേനെ. കുനാഫല്ല, പിസ്താഷ്യോ. വന്നെല്ലാം കുനാഫ ചോക്ലേറ്റ് ആണ് കേട്ടോ. മൂക്കേനും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായത്. ഓളെ എക്സ്പ്രഷൻ കണ്ടേരും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൂക്കത് ഇഷ്ടമായിട്ടില്ല കേട്ടാ. പക്ഷെ ഞങ്ങൾക്കും എന്നെ മാപ്പിൾക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ മേലെ പോയതേനും തുണിയെല്ലാം ആർത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടിണ്ടായ തുണിയെല്ലാം എടുത്ത് താഴേക്ക് കൊണ്ടുപോയി. ബാക്കി തുണിയെല്ലാം ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തിന്റെ സൈസും കോലൊന്നും കണ്ടി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതിലുണ്ടല്ലോ ഞാനങ്ങ് നേരത്തെ അങ്ങ് പരത്തുകയും ചെയ്തിട്ടുണ്ടായത്. തിന്നാക്കി നീളൊക്കെ പരത്തിയിട്ടുണ്ടായത്. തേരും അതേപോലെ സാമ്പാറും ഇതിനെ കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ എൻ്റെ കോഫിയും കൂടെ കുടിച്ചിട്ടുണ്ടായത്. വൈകുന്നേരമൊക്കെ അതിൻ്റെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ പിന്നെ നാളെ